ഹലോ ഫ്രണ്ട്സ്, അച്ചി കിച്ചണിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പാനിൽ നെയ്യുണ്ടെങ്കിൽ അത് 2 സ്പൂൺ ഒഴിക്കണേ. നെയ്യില്ലെങ്കിൽ എണ്ണയാണേലും മതി. അതിലേക്ക് സേമിയ പൊടിച്ചിട്ടിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ചെറു തീയിൽ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് മാറ്റി വയ്ക്കണം. അതവിടെ ഇരിക്കട്ടെ. വേറെ ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ചിട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് മുട്ട ചിക്കി എടുക്കണം. എന്നിട്ട് വേറൊരു പാൻ വയ്ക്കണേ. 1 സ്പൂൺ എണ്ണ ഒഴിക്കണേ. കറുവാപ്പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇട്ടിട്ട് 1/2 സ്പൂൺ പെരുംജീരകവും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കണം. 2 തണ്ട് കരിയാപ്പില, 2 പച്ചമുളക്, 1 സബോള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതും കൂടി ഇട്ടിട്ട് അത് വഴങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കണേ. എന്നിട്ട് അത് വറുത്ത് കോരി വെച്ചിരിക്കുന്നില്ലേ, നമ്മൾ ആദ്യം വറുത്ത് കോരി വെച്ചത് സേമിയ, അത് ആ തിളയ്ക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് കുറച്ച് നേരം മൂടി വയ്ക്കണം. വെള്ളം പറ്റി നല്ലതുപോലെ വരട്ടെ. വെന്ത് വരും അന്നേരം ഇപ്പം. എന്നിട്ട് അത് നമ്മൾ വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് കുറച്ച് നേരവും കൂടി അടച്ച് വയ്ക്കണം. എന്നിട്ട് ഇറക്കി വയ്ക്കണം. അങ്ങനെ നമ്മുടെ സേമിയ മുട്ട ബിരിയാണി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.